അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഏകദേശം നമ്മുടെ ഡിസംബർ 8, 9, 10, 11 ആ ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദിവസങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകും. പക്ഷെ ഇപ്പോഴും നമ്മൾക്ക് കുറേ മക്കൾക്കാണെങ്കിലും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല നമ്മൾക്ക് നമ്മുടെ +1 ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ. ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും മിസ് ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണെങ്കിൽ, നിങ്ങൾ എല്ലാവരുടെയും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും അതിലെ വെയിറ്റേജും മിസ് പറയുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം അനുസരിച്ച് എൻ്റെ കുട്ടികളെല്ലാവരും പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, സാധാരണ നമുക്ക് എങ്ങനെയാണ് ടേം 1 ആയിട്ട് നിങ്ങളുടെ ഓണം എക്സാം ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ടേം 1ന് നമുക്ക് എന്താണ് ഒരു സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതിനുശേഷം ടേം 2 എക്സാമിലേക്ക് വരുന്ന സമയത്ത് വെയിറ്റേജിൽ വളരെ നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അതായത് ടേം 2ലെ ചാപ്റ്റേഴ്സിനായിരിക്കും മോർ വെയിറ്റേജ് ഉണ്ടാവുക ആൻഡ് ടേം 1ൽ നിന്ന് കുറച്ച് മാർക്സിന് ചോദിക്കാറുള്ളൂ. പക്ഷേ ഈ തവണ അങ്ങനെയല്ല നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ തവണ നിങ്ങൾക്ക് ടേം 1നും ടേം 2നും ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ടേം 1 അല്ലെങ്കിൽ നമ്മുടെ ഓണ പരീക്ഷ ഒഫീഷ്യലായിട്ട് നടന്നിട്ടില്ല. നിങ്ങളുടെ ഫസ്റ്റ് ഒഫീഷ്യൽ എക്സാം എന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ക്രിസ്മസ് എക്സാം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ടേം 1ൻ്റെയും ടേം 2ൻ്റെയും ചാപ്റ്റേഴ്സ് ഈക്വൽ വെയിറ്റേജ് കൊടുത്തു തന്നെ, ഈക്വൽ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് തന്നെ പഠിക്കേണ്ടി വരും. ടേം 1 കുറച്ച് മാർക്സിനെ ചോദിക്കുള്ളൂ, അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഓരോ സബ്ജക്ട്സിൻ്റെയും എത്ര മാർക്സിന് എത്ര ചാപ്റ്റേഴ്സ് എല്ലാം പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് നിങ്ങളുടെ ടേം 2ന് തെർമോഡൈനാമിക്സ് വരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിലിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇതാണ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ്. അപ്പം ഈ വെയിറ്റേജ് വേണ്ടവരെല്ലാവരും ഇതിപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇത് വിത്ത് ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള വെയിറ്റേജും ഇത് വിത്തൗട്ട് ചോയ്സ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനുണ്ടാകും. അപ്പോൾ ഇവിടെ തന്നെ ഏകദേശം എത്ര ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോഴും നിങ്ങളിങ്ങനെ ഇതിങ്ങനെ പൊയ്ക്കോളും എന്ന് കരുതിയിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇതിലേതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്, അതായത് ഒന്നും പഠിക്കാത്തതായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെ ആ ഒരു ആവേശത്തിൽ തുടക്കത്തിൽ തന്നെ പഠിക്കുമല്ലോ. അപ്പോൾ ടേം 2ൽ കുറേ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ തുടങ്ങാതെ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മളിതാ കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം റിഡോക്സ് റിയാക്ഷൻസ് വരെ നിങ്ങളുടെ ടേം 2നുണ്ട്. അതിൻ്റെ വെയിറ്റേജ് വിത്തും വിത്തൗട്ട് ചോയ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വെയിറ്റേജ് അനുസരിച്ച് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി നമ്മുടെ ബോട്ടണിയിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേം 2ന് ഫോട്ടോസിന്തസിസ് വരെയുണ്ട്. ഓക്കെ, റെസ്പിറേഷനും അതുപോലെ തന്നെ പ്ലാൻ ഗ്രോത്ത് ഡെവലപ്മെൻറ്റും ഇല്ല. ബാക്കി എല്ലാം തന്നെ നിങ്ങളുടെ എന്താണ് ക്രിസ്മസ് എക്സാമിന് വരെയുള്ള പോർഷൻസിന് ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആൻഡ് സുവോളജിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് വരെ അതിൻ്റെ പകുതി വരെയുണ്ട്. ലോക്കോമോഷൻ്റെ ബാക്കിയും അതേപോലെ തന്നെ ന്യൂറൽ കൺട്രോളും കെമിക്കൽ കോർഡിനേഷനും ടേം 3ലായിരിക്കും. ഇത്രയും ചാപ്റ്റേഴ്സ്, അതായത് ഏകദേശം 2-3 ചാപ്റ്റേഴ്സ് ഒഴികെ ബാക്കി എല്ലാം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക, ഇതിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സ്ക്രീൻഷോട്ട് എൻ്റെ കുട്ടികൾ തന്നെ എടുത്തു വെച്ചോളൂ. എന്നിട്ട് ഇന്ന് മുതൽ തന്നെ കറക്റ്റ് ഒരു പ്ലാനോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോവാം. കാരണം ഓരോ ദിവസവും നിങ്ങൾ ഇനി ഓരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 2 ചാപ്റ്റേഴ്സ് എങ്കിലും പഠിച്ചു തീർത്തെങ്കിൽ മാത്രമേ ലാസ്റ്റ് ക്രിസ്മസ് എക്സാമിന് നമുക്ക് റിവിഷൻ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ മാത്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ്, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് വരെ നിങ്ങളുടെ ടേം 2നുണ്ട് മക്കളെ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻ വരെ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുണ്ട്. ബാക്കി 3 ചാപ്റ്റേഴ്സ് ഒഴികെ ബാക്കി എല്ലാം കമ്പ്യൂട്ടർ സയൻസുകാർക്കുണ്ട്. ഇത് IO എന്നാണോ കറക്റ്റ് മിസ്സിന് അറിയില്ല കേട്ടോ. ഓക്കെ, ആൻഡ് ഇംഗ്ലീഷിനാണെങ്കിൽ നമ്മുടെ വെയിറ്റേജ് ഇല്ലാതെ ഇത്രയും വരെയാണ് നിങ്ങളുടെ ടേം 2ന് നിങ്ങൾക്കുള്ളത്. ഈ ഓരോ ചാപ്റ്റേഴ്സും എൻ്റെ കുട്ടികൾ നോട്ട് ചെയ്ത് വെക്കുക, ഓരോന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇവിടെ നിങ്ങൾക്ക് ഡിസംബർ ഇവിടെ ഉറവ് എന്ന് പറയുന്ന യൂണിറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ആയിരിക്കും, കാരണം ബാക്കി ജാനുവരിയിലായിരിക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളത്തിൽ പഠിക്കാനുണ്ട്. പിന്നെ ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസംബർ വരെ ഇത്രയുമാണുള്ളത്. ഇത്രയും നിങ്ങൾക്ക് ഹിന്ദിയിൽ പഠിക്കാനുണ്ട്. അറബിയിൽ മിസ്സിന് ഇത് വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കുക. സെക്കൻഡ് ടേം എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇത്രയും എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ചില മക്കൾക്കാണെങ്കിൽ ഫസ്റ്റത്തെ പോർഷൻസ് ആയിരിക്കും അറിയാത്തത്, ചില മക്കൾക്കാണെന്നുണ്ടെങ്കിൽ
ലാസ്റ്റിലേക്കുള്ള പോർഷൻ ആയിരിക്കും അറിയാത്തതുണ്ടാവുക, ചിലതിലാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മുടെ ബാച്ചിലുള്ള ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് മുതലുള്ള പോർഷൻസ് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓരോ ക്ലാസ്സുകളും നിങ്ങളുടേതായിട്ടുള്ള സ്പീഡിൽ നിങ്ങൾക്ക് കണ്ട് തീർക്കാം. ഓക്കെ, ഇനി മുതലുള്ള ദിവസങ്ങളിൽ നിങ്ങൾ 1-2 ചാപ്റ്റർ ഒരു ദിവസം തീർക്കുന്ന രീതി തന്നെയാണ് പഠിക്കേണ്ടത്. റെഡി? അപ്പം നിങ്ങൾ നമ്മുടെ എക്സാമിനറുടെ ബാച്ചിലുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പം ബയോളജീനെ കാണിച്ചു തരാം. നിങ്ങൾ അഗ്നി ബയോളജി എടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ എല്ലാ പോർഷൻസും, ഓക്കെ, നമ്മുടെ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏത് ചാപ്റ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനും അതിൻ്റെ നോട്ട്സ് എടുക്കാനും അതിൻ്റെ അപ്പോൾ വർക്ക് ഷീറ്റ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഇവിടെ കിട്ടും. അതിൻ്റെ നോട്ട്സും സൈഡിൽ തന്നെ കാണാം. ഇതേ രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അത് തന്നെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി പഠിക്കാം. അതായത് ഓരോ ക്ലാസ്സും ഇപ്പോൾ ചില ക്ലാസ്സൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറിൻ്റെ ക്ലാസ് ആണെങ്കിൽ ആ 2 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് കാണണമെന്നില്ല. നിങ്ങൾക്ക് അതിൽ ഏത് പോർഷനാണോ ചിലപ്പോൾ വേണ്ടത് ആ പോർഷൻ മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ടോ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മക്കളെ. അപ്പോൾ ഇനിയെങ്കിലും മിസ് എടുത്തെടുത്ത് പറയുന്നു, ഒരു ദിവസം ഒരു 2 ചാപ്റ്റേഴ്സ് എങ്കിലും കവർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിവിഷനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒരു വെയിറ്റേജ് ഒക്കെ വെച്ച് എൻ്റെ കുട്ടികൾക്ക് ക്ലാസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് കണ്ട് ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. 3499 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഇനി ഒരു മിനിറ്റ് പോലും ലേറ്റ് ആക്കാതിരിക്കുക. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യുക. വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വെയിറ്റേജ് അറിയില്ല, ചാപ്റ്റേഴ്സ് അറിയാതിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക.